ദേവിയെ രക്ഷിക്കണേ. എന്താ താനിങ്ങനെ നോക്കുന്നത്? ഓ, ഞാൻ പുറത്തു പോയാൽ കുടിക്കുമല്ലോ, അതായിരിക്കും. ഇപ്പൊ കുടിച്ചിട്ടില്ലാന്ന് എനിക്കറിയാം. എടോ, ഞാൻ പുറത്തു പോയിട്ടെ ഇവിടുത്തെ ചില ആളുകളെയൊക്കെ ഒന്ന് കണ്ടു. എല്ലാ വർഷവും ഈ മത്സരങ്ങളൊക്കെ അല്ലേ നടക്കുന്നത്. ഇതുപോലെ ദൈവങ്ങളുടെ വേഷം കെട്ടുന്ന മത്സരം നടന്നത് 4 വർഷങ്ങൾക്ക് മുമ്പാ. ഓ, സാറതിൽ ഗവേഷണം തുടങ്ങിയോ? അതെ. ഒരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാൽ എനിക്കത് മുഴുവൻ മനസ്സിലാക്കണം. അതിലെവിടെയെങ്കിലും ചതി പറ്റുമെന്ന് അറിയണം. എന്നിട്ട് എന്തൊക്കെ അറിഞ്ഞു? അങ്ങനെയൊന്നുമില്ല. കെട്ടിയ വേഷമായിട്ട് ക്ഷേത്ര നടയിൽ ചെല്ലുക, പിന്നെ ആളുകളെ രസിപ്പിക്കാൻ വേണ്ടി 1-2 സ്റ്റെപ്പ് വെക്കുക, അത്രയും മതി. ഈ സ്റ്റെപ്പ് വെക്കാന്നൊക്കെ പറഞ്ഞാല് നിസ്സാര കാര്യമാണോ? ഒരു കാര്യം ചെയ്യാം. എനിക്കറിയാവുന്നൊരു കൊറിയോഗ്രാഫർ ഉണ്ട്. അവൻ ഈ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നവനാ. ഒന്ന് ഉത്സാഹിച്ചാല് നമുക്കൊരു 3-4 സ്റ്റെപ്പ് പഠിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. ഒന്നും വേണ്ട സർ, നമ്മൾ ഒരു സ്റ്റെപ്പും വയ്ക്കുന്നില്ല. എന്തായാലും സാറ് നിർബന്ധിച്ചു, ഞാൻ ആ വേഷം കെട്ടാന്ന് തീരുമാനിച്ചു. നമ്മൾ നേരെ നടയിലേക്ക് പോവാം. എന്നിട്ട് പൂജാരി പറയുന്ന സ്ഥലത്ത് നിൽക്കാം. പിന്നെന്താ സംഭവിക്കാന്ന് വെച്ചാൽ സംഭവിക്കട്ടെ. ഓക്കെ, എന്നാ കൊറിയോഗ്രാഫർ വേണ്ട, താൻ 1-2 നല്ല സ്റ്റെപ്പ് ഡിസൈൻ ചെയ്യും. പിന്നെ എനിക്കതായിരുന്നല്ലോ പണി. അതെ, ഈ അമ്പലത്തിന് മുന്നിൽ വന്ന് നിൽക്കുന്നവരൊക്കെ വേറെ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാരല്ലേ. ഒരു ചടങ്ങാവുമ്പോ എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നു, എന്തൊക്കെ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. എടോ, താൻ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ രാധയുടെ അടുത്ത് കൃഷ്ണൻ നിൽക്കുന്ന എങ്ങനെയാണെന്ന്? കൃഷ്ണന്റെ അടുത്ത് രാധ നിൽക്കുന്ന എങ്ങനെയാണെന്നൊക്കെ ഞാൻ കണ്ടിട്ടൊക്കെ ഉണ്ട്. ഒരു കാര്യം ചെയ്യാം, നമുക്കേ ഏതെങ്കിലും രാധാകൃഷ്ണ നൃത്തം ഇന്റർനെറ്റിൽ നിന്ന് അങ്ങ് എടുക്കാം. അതിന്റെ പാട്ടിനനുസരിച്ച് നമുക്കങ്ങ് കളിച്ചു പിടിക്കാം. അതെ, ആദ്യം സാർ അത് നോക്കി 2 സ്റ്റെപ്പ് ഒന്ന് കളിക്ക്, അതിനുശേഷം ഞാൻ കൂടാം. രാധാകൃഷ്ണ നൃത്തം അല്ലേ? താനേ ഇത് പ്ലേ ഞാനൊന്ന് കളിച്ചു നോക്കട്ടെ. പ്ലേ റെഡിയല്ലേ? കളരി വരുമ്പോ ദൈവങ്ങളെ കാത്തോളേ. പ്ലേ പ്ലേ പ്ലേ. മതി മതി മതി. മതി സർ. എന്താ 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 എന്ത് പറ്റി? നന്നായിട്ടില്ലേ സർ? ഇതിലും നല്ലതേ സാർ കുടിച്ച് ബോധമില്ലാതെ വരുമ്പോ നടത്തുന്ന ഒരു ഡാൻസ് ഉണ്ട്, അതാ. എന്ന് പറഞ്ഞാ ഞാൻ പഠിക്കുന്നില്ലേ ഉള്ളൂ. പഠിച്ചു പഠിച്ചു. സാറ് പഠിച്ച് ഒരു 2 സ്റ്റെപ്പ് എന്നെ വിളിച്ച് കാണിച്ചാലേ ഞാനും കൂടെ നിക്കാം. അതുവരെ എനിക്ക് റെസ്റ്റ്. എനിക്ക് പിന്നെ പഠിച്ചിട്ട് കാര്യം. ഇതൊന്നേ ചാർജ് ആയിക്കോട്ടെ. താനേ നോക്കിക്കോ, ഇന്ന് ക്ഷേത്ര നടയിൽ ചെല്ലുമ്പോ ആളുകൾ ചോദിക്കും ആ കൃഷ്ണവേഷം കെട്ടിയത് ആരാണെന്ന്, ആ ഡാൻസർ ആരാണെന്ന്. അത് ഉറപ്പായിട്ടും ചോദിക്കും. അതിനുള്ള പ്രതിഫലം നാട്ടുകാരെ തന്നെ തരുകയും ചെയ്യും.